ഇടി വെട്ടിയവനെ പാമ്പ് കടിച്ചാൽ എങ്ങനെ ഇരിക്കും? അതാണ് ഇപ്പം എൻ്റെ വീട്ടിലെ അവസ്ഥ. ഇപ്പോൾ അത് കുറച്ചായിട്ടുള്ളൂ അച്ഛനും മോക്കൊരു ആക്സിഡൻ്റ് ഉണ്ടായിട്ട്. അതൊന്ന് ഭേദമായി വരുന്നേ ഉള്ളൂ, വീണ്ടും മുത്തുമോക്ക് ആക്സിഡൻ്റ് ഉണ്ടായിരിക്കുകയാണ്. എന്തപ്പോൾ ചെയ്യുക? 2 ആഴ്ച എത്ര പെട്ടെന്നാലേ പോയത്. 2 ആഴ്ച KMCT ഹോസ്പിറ്റലിൽ ഓർത്തോ വാർഡിലായിരുന്നു. അപ്പോൾ മോളുടെ സർജറിയൊക്കെ നല്ല രീതിയിൽ തന്നെ നടന്നു കേട്ടോ. എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഇപ്പം നമ്മൾ വീട്ടിലെത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്നൊരു തിരക്കുണ്ടല്ലോ, എല്ലാ അമ്മമാർക്കും ഉണ്ടാവും ഒരു തിരക്ക്. രാവിലത്തെ ഒരു തിരക്കാണ് കേട്ടോ. ചായ ഉണ്ടാക്കണം, ചായക്ക് എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കണം, അത് കഴിഞ്ഞിട്ട് ചോറുണ്ടാക്കണം, ചോറിൻ്റെ കൂടെ വേണ്ട സാധനങ്ങൾ ഉണ്ടാക്കണം, പിന്നെ പോവാനുള്ള ആൾക്കാർക്ക് ചോറ് ടിഫിൻ കൊടുക്കണം, പിന്നെ കുളിക്കേണ്ടവർക്ക് ചൂടുവെള്ളം ഉണ്ടാക്കി. അതിനിടയിൽ മുത്തുമോളുടെ കാര്യം നോക്കണം. എത്ര തീർത്താലും തീരാത്തൊരു പരിപാടി ഉണ്ട് ഈ പാത്രം കഴുകുക എന്ന് പറഞ്ഞാൽ. 1 തവണ 2 തവണ 3 തവണ കഴിയില്ല. ഒരു ദിവസം മുഴുവനായാലും പാത്രം കഴുകിക്കൊണ്ടേയിരിക്കണം. എല്ലാം കഴിഞ്ഞ് സ്വസ്ഥമായിട്ടിരിക്കുന്നു ഞാൻ.